students, welcome back to Bosco Campus Vision. In the last session we discussed about enterprise resource planning. So now we are moving on to the next enterprise system, that is electronic supply chain management. So in this session we will discuss about the meaning, activity, elements, tools and benefits of electronic supply chain management. So before moving on to electronic supply chain management, we need to know what is supply chain management. Supply chain management is the management of materials, information and finance as they move in a process from supplier to manufacturer to wholesaler to retailer and to consumer. The ultimate goal of supply chain management is to reduce inventory. സോ ആ പേര് സജസ്റ്റ് ചെയ്യുന്ന പോലെ തന്നെ ഒരു എൻ്റർപ്രൈസ് സപ്ലൈ ചെയ്യുന്ന സാധനങ്ങളുടെ പ്രോപ്പർ മാനേജ്മെൻറ്റിനെയാണ് നമ്മൾ സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. അത് ചിലപ്പോൾ സപ്ലയറിൽ നിന്നും മാനുഫാക്ചറിലേക്ക് പോകുന്ന റോ മെറ്റീരിയൽസ് ആവാം, ഹോൾസെയിലറിൽ നിന്നും റീറ്റെയിലറിലേക്കും റീറ്റെയിലറിൽ നിന്നും കൺസ്യൂമറിലേക്കും പോകുന്ന ഇൻഫോർമേഷൻസും ഫിനാൻസും ആകാം. അങ്ങനെ ഇതിൻ്റെ എല്ലാം പ്രോപ്പർ മാനേജ്മെൻറ്റിനെയാണ് നമ്മൾ സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റിൻ്റെ അൾട്ടിമേറ്റ് ഗോൾ എന്ന് പറയുന്നത് ഇസ് ടു റെഡ്യൂസ് ഇൻവെൻട്രി. സോ ഈ സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റിൻ്റെ ഒരു ഇലക്ട്രോണിക് വേർഷനെയാണ് നമ്മൾ ഇലക്ട്രോണിക് സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. സോ ഇറ്റ് ഈസ് എ കൊളാബറേറ്റീവ് യൂസ് ഓഫ് ടെക്നോളജി ഇൻ ബിസിനസ് പ്രോസസ്സസ് ദാറ്റ് ഹെൽപ്പ് ഇൻ ഡെലിവറിംഗ് ഗുഡ്സ്, സർവീസസ് ആൻഡ് ഇൻഫോർമേഷൻ ഫ്രം സപ്ലയർ ടു കൺസ്യൂമർ ഇൻ ആൻ ഓർഗനൈസ്ഡ് ആൻഡ് എഫിഷ്യൻറ്റ് വേ. സോ ഇവിടെ നടക്കുന്ന ആക്ടിവിറ്റീസൊക്കെ സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റിൻ്റെ തന്നെയാണ്, but with the help of a collaborative use of technology. സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റിൽ ഫിസിക്കലായിട്ടാണ് ആക്ടിവിറ്റീസ് നടക്കുന്നതെങ്കിൽ ഇവിടെ ടെക്നോളജിയുടെ ഹെൽപ്പോട് കൂടി ഓൺലൈനായിട്ടാണ് ആക്ടിവിറ്റീസ് നടക്കുന്നത്. സോ സപ്ലയറിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് കൺസ്യൂമറിൽ എൻഡ് ചെയ്യുന്ന സപ്ലൈ ചെയിൻ ആക്ടിവിറ്റി ടെക്നോളജിയുടെ ഹെൽപ്പോട് കൂടി ഓൺലൈനായിട്ട് ചെയ്യുമ്പോഴാണ് നമ്മളതിനെ ഇലക്ട്രോണിക് സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. And ESM mainly includes three types of flows, that is product flow, information flow and finance flow. അതായത് ഈ മൂന്ന് കാര്യങ്ങളുടെ പ്രോപ്പർ മാനേജ്മെൻ്റ് ആണ് ESCMൽ നടക്കുന്നത്, അതായത് പ്രോഡക്റ്റ്, ഫിനാൻസ് ആൻഡ് ഇൻഫോർമേഷൻ. നെക്സ്റ്റ് വി ഹാവ് ദ ആക്ടിവിറ്റി ദാറ്റ് ടേക്സ് പ്ലേസ് ഇൻ ഇലക്ട്രോണിക് സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ്. ഫസ്റ്റ്ലി ദ കസ്റ്റമർ പ്ലേസസ് ദ ഓർഡർ ഓൺലൈൻ. Then the order is routed to the supplier firms. Order is also forwarded to the production system, and the order for components is given to the warehouses, and the product is assembled, packed and shipped to the customer. Finally, the delivery is also monitored by the electronic supply chain management system. So ഒരു കസ്റ്റമർ ഒരു ഓർഡർ പ്ലേസ് ചെയ്തതിന് ശേഷം ആ ഓർഡർ സപ്ലയർ ഫേംസിനും പ്രൊഡക്ഷൻ സിസ്റ്റത്തിനും ഫോർവേഡ് ചെയ്യപ്പെടുകയും ആ ഒരു പ്രോഡക്റ്റിന് വേണ്ടുന്ന ബാക്കി കമ്പോണൻസിൻ്റെ ഓർഡർ വെയർഹൗസസിന് ഫോർവേഡ് ചെയ്യുകയും പിന്നെ ആ പ്രോഡക്റ്റ് അസംബിൾ ചെയ്ത് പാക്ക് ചെയ്ത് കസ്റ്റമറിന് ഷിപ്പ് ചെയ്യുകയാണ്. സോ ഒരു കസ്റ്റമർ ഓർഡർ പ്ലേസ് ചെയ്യുന്നത് മുതൽ അതിൻ്റെ ഡെലിവറി വരെ മോണിറ്റർ ചെയ്യുന്ന ആക്ടിവിറ്റിയാണ് ഇലക്ട്രോണിക് സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ് നടത്തുന്നത്. സോ ബൈ ഇൻട്രൊഡ്യൂസിങ് ദിസ് ESCM സിസ്റ്റം, HP Hewlett Packard ഹാസ് റെഡ്യൂസ്ഡ് ഡെലിവറി ടൈം ഫ്രം 1 week to 48 hours. സോ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ഫേമസ് കമ്പനിയാണ് HP. ലാപ്ടോപ്സും കമ്പ്യൂട്ടേഴ്സും ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്ന കമ്പനിയാണ്. സോ ഈ ഒരു ESCM ആക്ടിവിറ്റി വഴി അവരവരുടെ ഡെലിവറി ടൈം ഒരു വീക്കിൽ നിന്നും 48 മണിക്കൂറായിട്ട് കുറയ്ക്കുകയാണ് ചെയ്തത്. സോ അത്തരത്തിലുള്ള വലിയ അഡ്വാൻറ്റേജുകളാണ് ESCM ആക്ടിവിറ്റി വഴി കമ്പനികൾക്ക് ലഭിക്കുന്നത്. സോ നെക്സ്റ്റ് വി ഹാവ് ദ എലമെൻറ്റ്സ് ആൻഡ് ടൂൾസ് യൂസ്ഡ് ഇൻ ഇലക്ട്രോണിക് സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ്. The main elements and tools include electronic data interchange, corporate portals, workflow system and tools, groupware and other collaborative tools. So EDI or electronic data interchange is the major tool used by large corporations to facilitate supply chain relationship. Its major purpose is to support inter-organizational communication and collaboration. സോ ഒരു ഓർഗനൈസേഷനകത്ത് കമ്മ്യൂണിക്കേഷൻ ഫെസിലിറ്റേറ്റ് ചെയ്യുന്ന ഒരു ടൂളാണ് ഇലക്ട്രോണിക് ഡേറ്റ ഇൻ്റർചേഞ്ച് എന്ന് പറയുന്നത്. സോ ഡിപ്പാർട്ട്മെൻറ്റ്സ് തമ്മിൽ ഇൻഫോർമേഷൻസ് എക്സ്ചേഞ്ച് ചെയ്യാനും ഒക്കെ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് ഇൻ്റർ ഓർഗനൈസേഷണൽ കമ്മ്യൂണിക്കേഷൻ ആൻഡ് കൊളാബറേഷൻ ഫെസിലിറ്റേറ്റ് ചെയ്യുന്ന ഒരു മേജർ ടൂളാണ് ഇലക്ട്രോണിക് ഡേറ്റ ഇൻ്റർചേഞ്ച്. നെക്സ്റ്റ് ഇസ് കോർപ്പറേറ്റ് പോർട്ടൽസ്. ദീസ് പ്രൊവൈഡ് എ ഗേറ്റ്വേ ഫോർ എക്സ്റ്റേണൽ ആൻഡ് ഇൻറ്റേർണൽ കൊളാബറേഷൻ, കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഇൻഫോർമേഷൻ സെർച്ച്.
സോ ഒരു ഓർഗനൈസേഷനെയും ഔട്ട്സൈഡ് കസ്റ്റമേഴ്സിനെയും കണക്ട് ചെയ്യുന്ന ഒരു ടൂളാണ് കോർപ്പറേറ്റ് പോർട്ടൽസ് എന്ന് പറയുന്നത്. സോ ഇതുവഴി കസ്റ്റമേഴ്സിന് ഒരു ഓർഗനൈസേഷൻ്റെ സകല ഇൻഫോർമേഷൻസും സെർച്ച് ചെയ്യാവുന്നതാണ്. ആൻഡ് ദ സിസ്റ്റംസ് ദാറ്റ് മാനേജ് ദ ഫ്ലോ ഓഫ് ഇൻഫോർമേഷൻ ഇൻ ദ ഓർഗനൈസേഷൻസ് ആർ നോൺ ആസ് വർക്ക് ഫ്ലോ സിസ്റ്റംസ് ആൻഡ് ടൂൾസ്. And the last one is groupware and other collaborative tools. Many tools facilitates collaboration and communication between two parties and among members of small as well as large groups. സോ അത് ഈ ബ്ലോഗ്സും വിക്കീസും ഒക്കെ ഉള്ള പോലെ ഒരു ഗ്രൂപ്പായിട്ടുള്ള മെമ്പേഴ്സിന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ടൂളാണ് ഗ്രൂപ്പ് വെയർ എന്ന് പറയുന്നത്. അതിൽ ഗ്രൂപ്പായിട്ട് മെമ്പേഴ്സിന് അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും, സ്മോൾ ഗ്രൂപ്പായിട്ടും ലാർജ് ഗ്രൂപ്പ്സ് ആയിട്ടും. സോ ഇറ്റ്സ് മേജർ പർപ്പസ് ഓഫ് this is to provide visibility to all. So these are some of the main elements and tools of electronic supply chain management. Next we have the advantages or benefits of supply chain management. The first one is one-to-one solution to customers' requirement. So കസ്റ്റമേഴ്സിൻ്റെ ആവശ്യം അനുസരിച്ച് എല്ലാ ഗ്രീവൻസസിനും ഒരു സൊല്യൂഷൻ സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ് വഴി ലഭ്യമാണ്. And a direct online communication with the customer and customer service centers that help customers solve their issues. So direct online communication വഴിയും കസ്റ്റമർ സെൻറ്റേഴ്സ് വഴിയും കസ്റ്റമേഴ്സിന് എല്ലാ പ്രോബ്ലംസ് അല്ലെങ്കിൽ ഇഷ്യൂസും സോൾവ് ചെയ്യാനായിട്ട് സാധിക്കും. And it also helps in developing and maintaining the client relationships. SCM also minimizes the likelihood of customer defection and helps in earning secure and improve future revenues. സോ കസ്റ്റമർ ഡിഫെക്ഷൻസ് ഒക്കെ കുറയ്ക്കുന്നത് വഴി ഫ്യൂച്ചറിലെ റവന്യൂസ് ഒക്കെ ഇൻക്രീസ് ചെയ്യാൻ അല്ലെങ്കിൽ ഇംപ്രൂവ് ചെയ്യാനായിട്ടും സഹായിക്കും. സോ ദീസ് ആർ സം ഓഫ് ദ മെയിൻ അഡ്വാൻറ്റേജസ് ഓഫ് ബെനിഫിറ്റ്സ് ഓഫ് SCM. So in this session we discussed about the meaning, activity, elements and benefits of electronic supply chain management. Hope all are clear with the topic. Thank you.